എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റാണ്. എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും, എന്നാലും ഞാൻ അതിനൊരു 3/4 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. കാലൊക്കെ മാറ്റി, 1 കിലോ ഞണ്ട് മേടിച്ചിട്ട് കാലൊക്കെ മാറ്റി ഒരു 3/4 കിലോയോളം മാംസമുണ്ട്. അത് അത്രയേ എടുത്തിട്ടുള്ളൂ. കുറച്ച് സാധനമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ചേരുവകളും കുറച്ച് മതി. അപ്പോൾ ആദ്യം ഒരു പാൻ വെക്കാം. ഇനി സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കണം. അതിന് ഒരു മീഡിയം സൈസ് സബോള, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 6-7 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു അല്പം കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അത് ഒരുമാതിരി നല്ലപോലെ വഴന്ന് കിട്ടണം. ഇത് നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നേരിയ പുളി ഇതിന് നല്ലതാണ്. ചിലർ തക്കാളി ചേർക്കാതെ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ തക്കാളിയോ അല്ലെങ്കിൽ വിനാഗിരിയോ അല്പം ചേർക്കാറുണ്ട്. കാര്യം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനൊരു നേരിയ മധുരം വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ ചെയ്താലും ഒന്നുകിൽ വിനാഗിരി അല്ലെങ്കിൽ തക്കാളി ചേർക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കാനുണ്ട്. പൊടികൾ എടുക്കാം. തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. എല്ലാ മസാലയും കൂടെ എടുത്തത് പൊടിച്ചത് ചേർക്കരുത്. പിന്നെ ഒരല്പം ഉപ്പുമുണ്ട്. ഇതിന് പെരിഞ്ജീരകം മാത്രമാണ് ഏറ്റവും നല്ലത്. ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പൊടികൾ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. പൊടികൾ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ അതിനകത്തോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഈ ഞണ്ടും കൂടി ഇട്ട് മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതി. ഇപ്പം ഞണ്ടൊക്കെ ഏകദേശം റെഡിയായി. മൂടി മാറ്റി നോക്കാം. സ്റ്റവ് ഓഫ് ചെയ്തു. ഞണ്ടൊക്കെ ഇതേ റെഡിയായിട്ടുണ്ട്. നല്ല കൊതി തോന്നുന്ന തരം ഞണ്ട് റോസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ഇനി എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടായാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന കാര്യം കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.